ഉള്ളൻ നൂലിനെ കൊണ്ട് ചെയ്തെടുത്ത ഒരു നെക്ക് ഡിസൈനാണിത്. ഒരു നെക്ക് ഡിസൈൻ കാണാൻ മാതിരി ഉണ്ടാവും. അപ്പോൾ ഈ നെക്ക് ഡിസൈൻ എങ്ങനെ ചെയ്യാന്നുള്ള ഇതാ നോക്കാം. ഞാൻ ഒരു മഞ്ഞ കളറിലെ നൂലെടുത്തിട്ട് ഒരു നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെയിനിട്ട് വയ്ക്കാൻ പോവുകയാണ്. അതേമാതിരി ചെയിനിട്ട് 120 ചെയിനാണ് ഞാൻ ഇതിനിട്ട് വയ്ക്കുന്നത്, ഈ നെക്ക് പോർഷനിൽ. അപ്പോൾ ഫ്രണ്ട് സൈഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് 120 ചെയിനിട്ട് വയ്ക്കുക. അതേമാതിരി ഞാൻ ചെയിനിട്ട് വെച്ച് അടുത്ത ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് ഈ ചെയിനിൻ്റെ മുകളിൽ നിന്ന് ഡബിൾ ക്രോഷ്യ ചെയ്യണം. ആദ്യം 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കും. ഒരു ചെയിനാവും. നാലാമത്തേൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അതേമാതിരി ഏകദേശം ഇത്രയും കണ്ണീൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതേമാതിരി ഈ ചെയിനിൻ്റെ മുകളിൽ ഞാൻ 25 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. ഇനി 25 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ നിന്ന് ഒരു ചെയിൻ ഇടുക. ഒരു ചെയിൻ ഇട്ടിട്ട് അടുത്ത ചെയിനിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ചെയിനായി. ഇനി അടുത്തതിൻ്റെ മുകളിൽ ഒരു 7 എണ്ണത്തിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതവിടെ അങ്ങനെ ചെയ്തെടുത്ത് ഇവിടെ ഇത്ര നീളത്തിലെത്തി. ഇനി ഇവിടെ ഒരു ചെയിൻ ഇടുക. അവിടെ ഒരു ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ചെയ്തെടുക്കുക. അടുത്തതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്ര ചെയിനാണോ ഡബിൾ ക്രോഷ്യയാണോ ചെയ്ത് അത്രയും ഡബിൾ ക്രോഷ്യകൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്തെടുക്കണം. ഇത് അതേമാതിരി ഈ ഷേപ്പ് വന്നതിൻ്റെ. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നതാണ്. അടുത്ത സ്റ്റെപ്പ് ഞാൻ കളറ് മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. ഈ ചുവപ്പ് നൂലുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ചുവപ്പല്ല, ഒരു ഓറഞ്ച് കളറ് നൂലാണ്. സ്റ്റാർട്ട് ചെയ്യുക. ഈ ചെയിനിൻ്റെ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. 3 ചെയിനുണ്ട്. 3 ചെയിൻ ഇടുമ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് അങ്ങനെ അടുത്തതിൻ്റെ മുകളിൽ ഒരു ചെയിനുണ്ട്. 4 ചെയിനുണ്ട്. 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തതിന് ശേഷം ഒരു 2 ഇത് ചെയ്യുന്നതാണ്. ഒരു ചെയിനിടുക. ഒരു ചെയിനിട്ടിട്ട് അടുത്തതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് ചെയ്തെടുത്തിട്ട് ഇവിടെ ഇവിടെ ചെയ്ത് വരുന്നുണ്ടല്ലോ. അങ്ങനെ ഇതിൻ്റെ മുകളിൽ നിന്ന് 3 ചെയിനുണ്ട്. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ. പിന്നെ ഇവിടെ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തതിൻ്റെ മുകളിൽ നിന്ന് വേണം ചെയ്തെടുക്കണമെങ്കിൽ. 4 ഡബിൾ ക്രോഷ്യയുടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് അതേമാതിരി വന്നു.
പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ചെയിൻ ഇടുക. ഒരു ചെയിൻ ഇട്ടിട്ട് അടുത്തതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഈ ഷേപ്പ് വന്നു കണ്ടോ. വീണ്ടും ഇതിൻ്റെ മുകളിൽ നിന്ന് രണ്ട് ചെയിൻ ഇട്ടു. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അങ്ങനെ ഈ ഷേപ്പ് വന്നു കണ്ടോ. ഇനി അടുത്തത് ഇത് ഇവിടെ ഒരു കോർണറിൽ നമ്മളൊരു ചെയിൻ ഇട്ടിട്ടൊരു ഇത് വെച്ചിട്ട് അതുവരെ ആദ്യം ഇതുവരെ ഇങ്ങനെ ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അതേമാതിരി ഞാൻ ചെയ്തെടുത്ത് ഇനിയിപ്പോൾ ഇവിടെ ഈ ക്രോസിലെത്തി. ഇവിടെ കണ്ടു നമ്മൾ ഒരു ചെയിൻ ഇട്ടിട്ട് ഇത് വെച്ചിരുന്നില്ല. അപ്പോൾ അവിടെ എങ്ങനെ ചെയ്യുക വെച്ചാൽ അവിടെ ആദ്യം ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ ഇതേമാതിരി തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ 4 ഡബിൾ ക്രോഷ്യേയുടെ കണ്ടോ ചെയ്തു. ഇനി അതേ ഇതിൽ ഒരു ചെയിൻ ഇട്ടിട്ട് ആ ചെയിനിൻ്റെ ഉള്ളിൽ അവിടെ ചെയിൻ ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒന്നും കൂടെ ചെയ്തെടുക്കണം. എന്നാലേ ഇത് കോർണറിൻ്റെ മുകളിൽ ഇതായിട്ട് വരുള്ളൂ. ആ ചെയിനിൻ്റെ ഉള്ളിൽ തന്നെ രണ്ടാമത്തെയും ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതാ 4 ഡബിൾ ക്രോഷ്യ ചെയ്തത്. അത് കഴിഞ്ഞ് അടുത്ത ഒരു ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ കണ്ട. അപ്പോൾ ഇവിടെ അതേമാതിരി വരും. പിന്നെ ഇനി ഇതേമാതിരി ചെയ്തുകൊണ്ട് ഇവിടെ ഇതേമാതിരി ഈ ചെയിൻ ഇട്ട് വെച്ചെടുത്ത് ഇതേമാതിരി 2 എണ്ണം ചെയ്തെടുക്കുക. ഈ ചെയിൻ ഇട്ട് വെച്ചെടുത്തത് അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതേമാതിരി ബാക്കിയുള്ള സ്ഥലത്തൊക്കെ സാധാരണമാതിരി തന്നെ ഇവിടെ ചെയ്തെടുത്ത മാതിരി തന്നെ ചെയ്തെടുത്തിട്ട് ഇവിടെ ഈ ചെയിനിൻ്റെ ഉള്ളിൽ മാത്രം 2 എണ്ണം വീതം ചെയ്ത് അടുത്ത് കൊണ്ടുവരണം. അങ്ങനെ ഈ ഇത് ഫുള്ളായിട്ട് കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് അടുത്ത ചെയ്യുന്ന വിധം കാണിച്ചു തരാം. ഇതേമാതിരി ഓറഞ്ച് കളറുകൊണ്ട് തയ്ച്ചെടുത്ത സമയത്ത് ഇതേമാതിരി ഉണ്ടായി കാണാനായിട്ട്. ഇനി അടുത്ത ചെയ്യുന്ന വിധം അടുത്ത വേറൊരു കളർ ഏതാ വെച്ചാൽ ഈ പച്ച കളറാണ്, ഡാർക്ക് ഗ്രീൻ കളറുകൊണ്ടാണ് ചെയ്യുന്നത്. അത് സ്റ്റാർട്ട് ചെയ്ത് ഇതേമാതിരി തന്നെ ചെയ്തെടുക്കുക. നമ്മൾ 2-3 കളർ വെച്ച് ചെയ്തെടുക്കണം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇല്ല സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് സ്റ്റാർട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കൊണ്ടുപോവുക. സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയിനിട്ട് ചെയ്തോളൂ. പിന്നെ ഇവിടെ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ചെയിനിൻ്റെ ഈ ഗ്യാപ്പ് വെച്ച് തുടങ്ങുമ്പോൾ ഇത് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. നേരത്തെ ചെയ്ത മാതിരി തന്നെ, വ്യത്യാസമൊന്നുമില്ല. പല കളറും കൊടുത്തിട്ട് ചെയ്യാൻ വിചാരിച്ചു. 2-3 കളറേ പിന്നെ ഒരു ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഒരു നമ്മൾ ചെയ്ത് വെച്ച ഒരു ഇതുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക.
ഇതേമാതിരി 4 ഡബിൾ ക്രോഷയാണ് ഇതിൻ്റെ മുകളിൽ ചെയ്തെടുക്കുന്നത്. ഒന്ന് ചെയ്തെടുക്കുക. വീണ്ടും ഒരു ചെയിനുണ്ട്. ചെയിൻ ഇട്ടിട്ട് ഈ ഒരു ഡബിൾ ക്രോഷേ നമ്മൾ ചെയ്തെടുക്കുക. ആ ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ, ഒരു ചെയിൻ ഉണ്ടല്ലോ, ആ ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. അങ്ങനെ വന്നു കണ്ടോ, ഇതേമാതിരി കളർ ചേഞ്ച് ആയിട്ട് വന്നു. നീ ഇവിടെ കോർണറിൽ എത്തുന്ന സമയത്ത് ഇവിടെ രണ്ടെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇവിടെ ഈ ജോയിൻറ്റിൻ്റെ അകത്ത് രണ്ടെണ്ണം ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് കൊണ്ടുവരണം. ഇനി അടുത്ത വേറൊരു കളറുണ്ട്, ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത വേറൊരു കളർ കൊണ്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം ഇത് റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. ഈ ഡിസൈൻ, ഈ നെക്ക് കാണാൻ അതേമാതിരിയാണ് ഇതുവരെ ചെയ്തെടുത്തത്. ഞാൻ അടുത്ത ഒരു കളറും കൂടെ കൊടുത്തിട്ട് ചെയ്യുക. അത് ഞാനിത് ഈ വെള്ള നൂലാണ് ഉപയോഗിക്കുന്നത്. വെള്ള കളറിൽ നൂലെടുത്തിട്ട് ഇത് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അത് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അവിടെ. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ചെയിൻ ഇടുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷേ ചെയ്തെടുത്താൽ മതി. 4 ഡബിൾ ക്രോഷേ വീതം ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു സ്റ്റിച്ചാവും. ഇനി ചെയിനിടുക. ഈ ചെയിനിട്ടിട്ട് ഇതാ ഇവിടെ കോർണറിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ കോർണറിൽ ചെയ്ത് ചെയിനിൻ്റെ ഉള്ളിൽ ചെയ്ത് കൊടുക്കുക. ഉണ്ടോ, ഈ കളർ ഇങ്ങനെ വെള്ള വരുമ്പോൾ അങ്ങനെ ഇതിൻ്റെ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ചെയ്തിട്ട് രണ്ടെണ്ണം വെച്ച് ചെയ്തിടും. അങ്ങനെ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. ഈ നെക്ക് ഡിസൈൻ്റെ വർക്ക് ഇത് അവിടെ കഴിഞ്ഞ് നെക്ക് ഡിസൈൻ കാണാൻ ഇതേമാതിരി ഉണ്ടാവും.